ഹായ് ഓൾ, വെൽക്കം ടു തേർഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ പേജ് നമ്പർ 9. സ്മൈലിംഗ് ബ്ലോസം. ഡു യു ഹാവ് എ ഗാർഡൻ അറ്റ് ഹോം? നിങ്ങളുടെ വീട്ടിലൊരു ഗാർഡൻ ഉണ്ടോ? വാട്ട് ആൾ ടൈപ്പ് ഓഫ് പ്ലാന്റ് ഡു യു ഹാവ് ഇൻ യുവർ ഗാർഡൻ? എന്തെല്ലാം തരത്തിലുള്ള പ്ലാന്റാണ്, ചെടികളാണ് നിങ്ങളുടെ ഗാർഡനിൽ ഉള്ളത്? വിച്ച് ഓഫ് ദോസ് പ്ലാന്റ് ബ്ലോസം? ഏതെല്ലാം തരത്തിലുള്ള ചെടികളാണ് ബ്ലോസം പറഞ്ഞാൽ പൂക്കുന്നത്? വിച്ച് ഈസ് ദ ഫ്ലവർ യു ലൈക്ക്? ഏത് ഫ്ലവറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ട്രൈ ടു ഡ്രോ ഇറ്റ്സ് പിക്ചർ. അതിൻ്റെ പിക്ചർ വരയ്ക്കും. വാട്ട് ആർ ദ ഫ്ലവേഴ്സ് സീ ഇൻ ദ പിക്ചർ ബിലോ? എന്തൊക്കെ ഫ്ലവറാണ് താഴെ കൊടുത്ത ചിത്രത്തിൽ കാണുന്നത്? അതിന് മുമ്പേ ഒരു പെൺകുട്ടി ഇങ്ങനെ ആലോചിക്കുന്ന ഒരു പിക്ചർ കണ്ടോ? എന്താണ് അവൾ ആലോചിക്കുന്നത്? വാട്ട് ഈസ് സേയിങ് ഷീ? ഐ ടു വാണ്ട് എ ഗാർഡൻ. എനിക്കൊരു ഗാർഡൻ വേണം. അപ്പോൾ അവൾക്കിപ്പോൾ ഒരു ഗാർഡൻ ഇല്ല. അപ്പോൾ അവൾക്കൊരു ഗാർഡൻ വേണമെന്നാണ് അവൾ ചിന്തിക്കുന്നത്. മേക്ക് ദ ഫ്ലവേഴ്സ് മോർ ബ്യൂട്ടിഫുൾ യൂസിങ് സ്യൂട്ടബിൾ കളർ. ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ കൊടുത്തിട്ട് ഈ പിക്ചറുകൾക്കൊക്കെ പിക്ചറുകളൊക്കെ ബ്യൂട്ടിഫുൾ ആക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പിക്ചറിൽ എന്താണ്? റോസ്. രണ്ടാമത്തെ എന്താണ്? ജാസ്മിൻ. നടുവിലത്തെ മിഡിൽ തുമ്പക്ക് എന്താ പറയുക? ലൂക്കാസ്. ആൻഡ് ബോട്ടം ഗോൾഡൻ ട്രംപഡ്. എന്താണ് ഗോൾഡൻ ട്രംപഡ് പറഞ്ഞാൽ? കോളാമ്പിച്ചെടി. അടുത്തത് എന്താണ്? ഹിബിസ്കസ്, ചെമ്പരത്തി. ഹൗ മെനി ഓഫ് ദെയർ നെയിംസ് ഡു യു നോ? എന്തൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ നിങ്ങൾക്ക് കിട്ടിയത്? ട്രൈ ടു റൈറ്റ് ദം. ഇതിൻ്റെ നെയിംസൊക്കെ ഈ കോളങ്ങളിൽ എഴുതാനാണ് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് കളർ ഡിഡ് യു ഗീവ് ദ റോസ്? എന്ത് കളറാണ് നിങ്ങൾക്ക് റോസിന് കിട്ടിയത്? ഡിഡ് ആൾ ഓഫ് യു ഗീവ് ദ സെയിം കളർ? എല്ലാവർക്കും ഒരുപോലെയുള്ള കളറുകളാണോ ലഭിച്ചത്? വൈ ഡിഡ് യു ഗീവ് ദം ഡിഫറെൻറ്റ് കളേഴ്സ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ലഭിച്ചത്? വൈ? റോസ് ആർ ഡിഫറെൻറ്റ് കളേഴ്സ്. റോസ് അതേപോലെ ഹിബിസ്കസ്, ചെമ്പരത്തിയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറ് ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ലഭിച്ചത്. ഡു ആൾ ഹിബിസ്കസ് പ്ലാന്റ് ഹാവ് ഫ്ലവർ ദ സെയിം കളർ? എന്തുകൊണ്ടാണ് ഹിബിസ്കസ് എല്ലാവർക്കും സെയിം ആണോ ലഭിച്ചത്? അല്ല, ഹിബിസ്കസ് ആർ ഡിഫറെൻറ്റ് കളേഴ്സ്. ഹാവിൻറ്റ് യു സീൻ പ്ലാന്റ് ദാറ്റ് ബിയർ ഫ്ലവർ ഓൺലി വൺ കളർ ലൈക്ക് ലൂക്കാസ് ആൻഡ് ജാസ്മിൻ? എന്താ പറയുന്നത്? ഹാൻഡ് യു സീൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു നിറം മാത്രമുള്ള ചെടികളെ കണ്ടിട്ടുണ്ടോ? ഏതുപോലെയൊക്കെയാണ്? ലൂക്കാസ് പറഞ്ഞാൽ തുമ്പച്ചെടി ആകെ ഒരു നിറത്തിലേ ഉണ്ടാവുള്ളൂ. അതെന്ത് നിറമാണ്? വൈറ്റ്. അതേപോലെ ജാസ്മിൻ, മുല്ലപ്പൂ, ഇതൊക്കെ ഒരു നിറത്തിൽ മാത്രമാണ് കാണുന്നത്. അതേപോലെ താഴെ ഒരു കോളം കണ്ടോ? ആഡ് നെയിംസ് ഓഫ് മോർ ഫ്ലവേഴ്സ് ഇൻ ദ ടേബിൾ ബിലോ. എന്താണ്? പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പ്ലാന്റ്സുകളെ നെയിമാണ് എഴുതാനാണ് പറയുന്നത് കോളത്തിൽ. അപ്പോൾ എന്തൊക്കെ? ഹിബിസ്കസ് ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? മാരിഗോൾഡ് ഉണ്ട്, പിന്നെ ചെമ്പകത്തിന് എന്താ പറയുക? ഫ്രാഞ്ചിപ്പാനി എന്നാണ് ചെമ്പകത്തിന് പറയുക. പിന്നെ അതേപോലെ ക്രൈസാന്തമം. അതെന്താണ്? ക്രൈസാന്തമം പറഞ്ഞാൽ ജമന്തി. അതൊക്കെ എഴുതുക. നെക്സ്റ്റ് കോളത്തിൽ പ്ലാന്റ്സ് വിത്ത് ഫ്ലവർ ഓഫ് ഓൺലി വൺ കളർ. ഒരു കളർ മാത്രം കാണപ്പെടുന്ന ചെടികൾ ഏതൊക്കെയാണ്? ലൂക്കാസ് ഉണ്ട്, പിന്നെ ജാസ്മിൻ ഉണ്ട്, പിന്നെ ഏതൊക്കെയുള്ളത്? മത്തൻ്റെ കളറ് അതിനൊരു മഞ്ഞ പൂ വല്ല ഉണ്ടാവുക, അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതേപോലെ ഗോൾഡൻ ഷവർ ട്രീ, നമ്മുടെ കണിക്കന്ന യെല്ലോ കളറിൽ മാത്രമേ കാണുള്ളൂ. പിന്നെ ബിറ്റർ ഗാർഡ് എന്താ? കൈപ്പക്കയും ഒരു നിറത്തിലേ കാണുള്ളൂ. ട്രൈ ടു സ്മെൽ ഫ്ലവർ ലൈക്ക് ദ റോസ്, ജാസ്മിൻ, ഹിബിസ്കസ്, മാരിഗോൾഡ്. ഇതൊക്കെ സ്മെല്ല് ചെയ്യാനാണ് പറയുന്നത്. ഏതൊക്കെ? റോസ്, ജാസ്മിൻ, ഹിബിസ്കസ്, മാരിഗോൾഡൊക്കെ സ്മെല്ല് ചെയ്യാൻ. അപ്പോൾ എന്താണ് ആ കുട്ടി പറയുന്നത്? ഐ ലൈക്ക് ദ ഫ്രാഗ്രൻസ് ഓഫ് റോസ് ആൻഡ് ജാസ്മിൻ.
ഫ്രാഗ്രൻസ് പറഞ്ഞാൽ മണമുള്ളത്. അവൾക്ക് ഇഷ്ടമാണ്. എന്തിൻ്റെയൊക്കെ മണമാണ്? റോസിൻ്റെയും ജാസ്മിൻ്റെയൊക്കെ മണം അവൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെയൊക്കെ മണം ഇഷ്ടമല്ലേ? ഇനി അടുത്തത്, ആസ് ഇൻ ദ കേസ് ഓഫ് കളർ, ഡോണ്ട് ഫ്ലവർ ഹാവ് ഡിഫറെൻറ്റ് സ്മെൽ ടു? എല്ലാ ഫ്ലവേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെല്ലല്ലേ ഉള്ളത്? ഹൗ മെനി പ്ലാന്റ്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഓൺലി ബൈ ദ സ്മെൽ ഓഫ് ദെയർ ഫ്ലവേഴ്സ്? ട്രൈ ടു റൈറ്റ്. ഏതെല്ലാം ഫ്ലവേഴ്സാണ് നിങ്ങൾക്ക് ഏതെല്ലാം പ്ലാന്റ്സ്, ഫ്ലവേഴ്സിലെ പ്ലാന്റ്സ്, ഏതെല്ലാം പ്ലാന്റ്സിലെ ഫ്ലവേഴ്സാണ് നിങ്ങൾക്ക് സ്മെല്ല് കൊണ്ട് മാത്രം തിരിച്ചറിയാൻ പറ്റുന്നത്? ഏതൊക്കെയാണ്? റോസ് പറ്റും, പിന്നെ ഏതാ? മാരിഗോൾഡ് പറ്റും, പിന്നെ ഏതാ പറ്റുക? പിന്നെ നിശാഗന്ധി, പിന്നെ അതേപോലെ ജാസ്മിൻ, അതിൻ്റെ സ്മെല്ല് കൊണ്ട് പറ്റും. അങ്ങനെ അതെഴുതുക. ഇനി വു ആം ഐ, ആരാണ് ഞാൻ? ഡോൺ യു ലൈക്ക് ദ ഐ ബാൻഡ് ഗെയിം? നിങ്ങൾക്ക് കണ്ണുപൊത്തിക്കളി, ഐ ബാൻഡ് ഗെയിം പറഞ്ഞാൽ കണ്ണുപൊത്തിക്കളി ഇഷ്ടമാണോ? കളക്ട് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ് ലൈക്ക് റോസ്, ജാസ്മിൻ, ക്രൈസാന്തമം ജമന്തി, ഫ്രാഗിപ്പാനി ചെമ്പകം, മാരിഗോൾഡ് ചെണ്ടുമല്ലി, etc. കവർ ദ ഐസ് ഓഫ് യുവർ ഫ്രണ്ട് വിത്ത് ബാൻഡ് ആൻഡ് ആസ്ക് ഹെർ ടു സ്മെൽ ഈച്ച് ദ ഫ്ലവർ. ഹൗ മെനി ഫ്ലവേഴ്സ് ക്യാൻ ഷീ ഐഡൻറ്റിഫൈ ഫ്രം ദെയർ സ്മെൽ? എന്താ അതിൽ പറയുന്നത്? ഇത്തരത്തിലുള്ള എന്തൊക്കെ ചെടികളാണ്? റോസ്, ജാസ്മിൻ, അതേപോലെ ജമന്തി, ചെമ്പകം, ചെണ്ടുമല്ലി, ഇതേപോലെയുള്ള നല്ല മണമുള്ള ഫ്ലവേഴ്സിനെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കണ്ണ് പൊത്തിയിട്ട് അവരെ കൊണ്ടത് മണപ്പിക്കുക. എന്നിട്ട് അവർക്ക് ഏതെല്ലാം ഫ്ലവേഴ്സിനെയാണോ തിരിച്ചറിയാൻ കഴിയുന്നത്, ഐഡൻറ്റിഫൈ മീൻസ് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ഒരു കളി കളിക്കാനാണ് പറയുന്നത്. അടുത്തത്, ഡു യു സീ ദ പിക്ചർ? എന്തൊക്കെയാണ് പിക്ചറിലുള്ളത്? ഒന്നാമത്തത് എന്താ? നിശാഗന്ധി. രണ്ടാമത്തത് എന്താ? നീലക്കുറിഞ്ഞി. മൂന്നാമത്തത് റഫ്ലേഷ്യ. റീഡ് ദ ഷോർട്ട് നോട്ട് ഓഫ് ദ 3 ഫ്ലവർ. 3 ഫ്ലവറിൻ്റെ ഷോർട്ട് നോട്ട് വായിക്കാം. ദോസ് ദാറ്റ് ബ്ലോസം അറ്റ് നൈറ്റ്, രാത്രി മാത്രം പൂക്കുന്ന ഫ്ലവർ. ഫ്ലവർ ദാറ്റ് ബ്ലോസം അറ്റ് നൈറ്റ് ആർ വൈറ്റ് ആൻഡ് ഫ്രാഗ്രൻറ്റ്. എന്താ പറയുന്നത്? ഈ ഫ്ലവർ രാത്രി മാത്രം പൂക്കുകയും നല്ല സ്മെല്ലായിട്ട് നല്ല വെള്ള നിറത്തിൽ കാണുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ? ദിസ് ഹെൽപ്പ് ഫ്ലൈസ് ലൊക്കേറ്റ് ദം അറ്റ് നൈറ്റ്. അപ്പോൾ ഫ്ലൈസിനൊക്കെ, ഈ പ്രാണികൾക്കും, പ്രാണികൾ, ഈച്ച അങ്ങനെയൊക്കെ പറയും, അതിനൊക്കെ ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്നാണ് ഈ നിശാഗന്ധി പറയപ്പെടുന്നത്. ക്യൂൻ ഓഫ് ദ നൈറ്റ്. വെൻ നീലക്കുറിഞ്ഞി ബ്ലോസം. എപ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്? നീലക്കുറിഞ്ഞി ബ്ലോസം ഓൺലി വൺസ് ഇൻ 12 years. നീലക്കുറിഞ്ഞി എപ്പോഴാണ് പൂക്കുക? 12 വർഷത്തിനടുക്കാണ് നീലക്കുറിഞ്ഞി പൂക്കുക. വാട്ട് എ സൈറ്റ് ഇറ്റ് ഈസ് ടു സീ ദ നീലക്കുറിഞ്ഞി ബ്ലോസംഡ് ആൾ ഓവർ ദ നീലഗിരി ഹിൽസ്. എന്തൊരു കാഴ്ചയാണ്! നീലഗിരി ഹിൽസിൽ ഇങ്ങനെ നീലക്കുറിഞ്ഞി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാം. നല്ല കാഴ്ചയാണ്. ഇനി അടുത്തത്, ദ ഗെയിൻഡ് എമംഗ് ഫ്ലവർ. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവറാണ്. ഇതെന്താണ്? റഫ്ലേഷ്യ. റഫ്ലേഷ്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ്. റഫ്ലേഷ്യയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഇൻ ദ വേൾഡ്. ഇറ്റ് ഹാസ് ആൻ അപ്രോക്സിമേറ്റ് വെയ്റ്റ് ഓഫ് 10 kilogram ആൻഡ് എൻസർക്കിൾസ് ആസ് എ ബിഗ് ആസ് ആൻ അംബർല. ഇതെന്താണ്? ഇതിൻ്റെ വെയ്റ്റ് എത്രയാണ്? ഒരു 10 കിലോഗ്രാമാണ്. ഇത് ഒരു കുടയുടെ അത്ര വലുപ്പമുണ്ട്. എൻസർക്കിൾസ് ആസ് എ ബിഗ് ആസ് ആൻ അംബർല. ഒരു അംബർലയുടെ അത്ര വലുപ്പമാണുള്ളത്. ഇറ്റ് ഹാസ് ഫൗൾ സ്മെൽ. ഫൗൾസ്, ചീത്ത സ്മെല്ലാണിത്. ഈ ഫ്ലവർ വലിയ ഫ്ലവറാണെങ്കിലും ഇതൊരു ബാഡ് സ്മെല്ലാണ് ഇതിനുള്ളത്. ഇനി ഫൈൻഡ് ഔട്ട് വെദർ ആൾ പ്ലാന്റ്സ് ഫ്ലവർ. These are flowers of different colors, smell and size. Flowers can be identified by their smell. There are many flowers in nature that arouse our curiosity. അപ്പോൾ എന്തതിൽ പറയുന്നത്?
ദർ ആർ ഫ്ലവർ ഓഫ് ഡിഫറെൻറ്റ് കളറിൽ അതേപോലെ സ്മെല്ലിൽ സൈസിലൊക്കെ ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവർ ഉണ്ട്. ഫ്ലവേഴ്സ് ക്യാൻ ഐഡൻറ്റിഫൈ ബൈ ദെയർ സ്മെൽ. ഫ്ലവേഴ്സിനെ ചിലപ്പം അതിൻ്റെ സ്മെല്ലുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ദർ ആർ മെനി ഫ്ലവേഴ്സ് ഇൻ നേച്ചർ ദാറ്റ് അറൗസ് അവർ ക്യൂരിയോസിറ്റി. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ക്യൂരിയോസിറ്റി പറഞ്ഞാൽ ആകാംക്ഷ ഉയർത്തുന്ന തരത്തിലുള്ള ധാരാളം ഫ്ലവേഴ്സ് ഉണ്ട്. ഇനി അടുത്തത് എന്താ? മേക്കിംഗ് ഫ്ലവേഴ്സ്. ഡിഡിൻ യു സീ ദ വേരിയസ് സ്റ്റേജ് ഓഫ് മേക്കിംഗ് ഫ്ലവേഴ്സ് യൂസിങ് പേപ്പർ? നൗ ട്രൈ ഇറ്റ് ഔട്ട്. ഇതിൽ ഇങ്ങനെ ഓരോ വേരിയസ് ആയിട്ടുള്ള സ്റ്റേജ് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഇത് നിങ്ങൾ ചെയ്യുക. ഇനി അടുത്ത പേജിൽ ലീവ്സ് ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ഫ്ലവേഴ്സ് ഇത് മാത്രമല്ല, ലീവ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ദ സ്മെൽ ഓഫ് ഈച്ച് ഫ്ലവർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. ഫ്ലവേഴ്സിൻ്റെ സ്മെല്ലിൽ നമ്മൾ ഫ്ലവേഴ്സ് സ്മെല്ല് ചെയ്തിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. വാട്ട് എബൌട്ട് ലീവ് ദെൻ? അപ്പോൾ ഇല എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാം? വിച്ച് ആർ ദ ലീവ്സ് വോ സ്മെൽ യു നോ? എന്തെല്ലാം ചെടികളുടെ ഇലയുടെ മണമാണ് നിങ്ങൾക്ക് അറിയുക? ട്രൈ ടു സ്മെൽ ലീവ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്. അപ്പം നിങ്ങളോട് പറയാൻ ട്രൈ ചെയ്യാൻ ഏതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീവ്സിൻ്റെ സ്മെല്ല് ട്രൈ ചെയ്യാനാണ് പറയുന്നത്. ആർ യു ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ സ്മെല്ല്? നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ സ്മെല്ല്? ക്യാൻ യു ഐഡൻറ്റിഫൈ ദ സ്മെൽ ഓഫ് ലീവ്സ് ഓഫ് പ്ലാന്റ് ഇൻ യുവർ ലൊക്കാലിറ്റി ലൈക്ക് ബേസിൽ, മാംഗോ ട്രീ, കറി ലീഫ്, ലെമൺ, സിനമൺ, സിനമൺ പറഞ്ഞാൽ കറുവപ്പട്ട, ജിഞ്ചർ പറഞ്ഞാൽ ഇഞ്ചി, പിന്നെ വിറ്റവർ പറഞ്ഞാൽ രാമച്ചം, പിന്നെന്താ ബിറ്റർ ഗാർഡ് പാവയ്ക്ക, കാഷ്യൂ നട്ട്, സ്പാനിഷ് തൈം പറഞ്ഞാൽ പനിക്കൂർക്ക പറഞ്ഞാൽ ചില നാട്ടിലൊക്കെ കഞ്ഞിക്കൂർക്ക അങ്ങനെയൊക്കെ പറയും. അതിനാണ് സ്പാനിഷ് തൈം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഇത്തരത്തിലുള്ള ക്യാൻ യു ഐഡൻറ്റിഫൈ ദ സ്മെൽ, ഇത്തരത്തിലുള്ള ചെടികളിലൊക്കെ സ്മെല്ല് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെടികളുടെയൊക്കെ ലീവ്സിൻ്റെ സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഏതൊക്കെയാണ്? ബേസിൽ തുളസിയുടെ, അതേപോലെ മാംഗോ ട്രീയുടെ, പിന്നെ കറി ലീഫിൻ്റെ, ലെമണിൻ്റെ, സിനമൺ കറുവപ്പട്ടയുടെ, പിന്നെ ജിഞ്ചർ, ബിറ്റർ ഗാർഡ്, കാഷ്യൂ നട്ട്, സ്പാനിഷ്. ഇതിൻ്റെയൊക്കെ ഈസിൻ്റെ ദ സ്മെൽ ദ ലീവ്സ് ഓഫ് ഈച്ച് പ്ലാന്റ് ഡിഫറെൻറ്റ്. ഇതിൻ്റെയൊക്കെ സ്മെല്ല് ഓരോ പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റാണ്. ഇനി അടുത്തത് ലീഫ് ഫിഗേഴ്സ്. ലീഫിൻ്റെ ആകൃതിയാണ് പറഞ്ഞത്. ഫിഗർ പറഞ്ഞാൽ ആകൃതി. ലീഫ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് പ്ലാന്റ്. ലീഫ് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നാണ്. സപ്പോസ് ആൾ ഓഫ് യു പ്ലക്ക് എ ലീഫ് ഈച്ച്. സപ്പോസ് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കൂടി ഓരോ ലീഫ് പറിക്കുകയാണെങ്കിൽ ഹൗ മെനി ലീവ്സ് വിൽ ബി ദ പ്ലാന്റ് ലോസ്? എത്ര ലീവ്സാണ് പ്ലാന്റുകൾക്ക് നഷ്ടപ്പെടുക? ഹെൻസ് ലെറ്റ് us ഡു ആൻ ആക്ടിവിറ്റി യൂസിങ് ഫാളൻ ലീവ്സ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീണ ഇലകൾ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. കളക്ട് ലീവ്സ് ഓഫ് 4 or 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്. കളക്ട് ചെയ്യാൻ ഈ വീണെടുക്കുന്ന ഇലകൾ കളക്ട് ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികളിലെ ഇലകൾ. ഈസ് ദ ഷേപ്പ് ഓഫ് ആൾ ദ ലീവ്സ് യു കളക്ട് ദ സെയിം? ഇതിൻ്റെ എല്ലാ ഷേപ്പ് നിങ്ങൾ കളക്ട് ചെയ്തതിൻ്റെയൊക്കെ ഷേപ്പ് സെയിം ആണോ? അല്ല. കമ്പയർ ദ മാംഗോ ലീഫ് വിത്ത് ജാക്ക് ലീഫ്. മാംഗോ ട്രീയുടെ ലീഫും അതേപോലെ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ലീഫും സെയിം ആണോ? നോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദെയർ ഷേപ്പ്? എന്തൊക്കെ ഡിഫറെൻ്റ് ആണ് നിങ്ങൾ കാണുന്നത്? എന്തൊക്കെയാണ്? ചിലത് ചെറുതായിരിക്കും, ചിലത് നീളമുള്ളതായിരിക്കും. കളക്ട് ദ ലീവ്സ് ഫാളൻ ഫ്രം ഡിഫറെൻറ്റ് മാംഗോ ട്രീ. ഇനി പല മാംഗോ ട്രീയിൽ ഇലകളും നിങ്ങൾ ശേഖരിക്കൂ. അപ്പോഴെങ്ങനെയായിരിക്കും? അതും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരോ മാംഗോ ട്രീക്കും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഇലകളായിരിക്കും. ആർ ഇൻ ദെയർ ഷേപ്പ് ദ സെയിം? അതിൻ്റെ ഷേപ്പൊക്കെ സെയിം ആണോ? നോ.
ഇനി അതിലൊരു കുറച്ച് ലീഫിൻ്റെ ചിത്രം കണ്ടോ. ബ്യൂട്ടിഫൈ ദ ലീഫ് പിക്ചർ ബൈ കളറിങ് തന്നെ. ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ഇലകൾക്കൊക്കെ നിങ്ങളോട് കളർ എടുക്കാനാണ് പറയുന്നത്. പ്ലാന്റ്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദ ഷേപ്പ് ഓഫ് ദെയർ ലീവ്സ്. പ്ലാന്റ്സ് നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ലീവ്സിൻ്റെ ഇലകളുടെ ഷേപ്പ് കൊണ്ട്. ദ ഷേപ്പ് ഓഫ് ലീവ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഡിഫറെൻറ്റ്. എന്താ പറയുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഇലകളുടെ ഷേപ്പൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പ്ലാന്റ്സ് ക്യാൻ ആൾസോ ഐഡൻറ്റിഫൈഡ് ബൈ ദ സ്മെൽ ഓഫ് ദെയർ ലീവ്സ്. പ്ലാന്റ്സ് ചിലപ്പോൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും, അതിൻ്റെ ഇലകളുടെ സ്മെല്ല് കൊണ്ടും പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും.